തിയേറ്റർ വാഷനുള്ളതുണ്ട്. ബി ജി എമ്മും കുഴപ്പമില്ല. എൻ്റെ ഇത് ഞാൻ പറഞ്ഞു ഇതിനെ കാണാൻ കിട്ടൂല പടത്തിൽ. ഈ പറഞ്ഞ തന്നെയാണ്. പിന്നെ ലാംഗ്വേജിന്റെ ഒരു ചെറിയൊരു ഷോ, എക്സാക്ട് നമുക്ക് കാര്യം മനസ്സിലായില്ലെങ്കിലും കാണുമ്പോൾ നമുക്ക് കഥ മനസ്സിലാവും. പക്ഷേ അതെ, ആസ് എ നമ്മളിപ്പോൾ കുറച്ച് ഡയലോഗ്സ് കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇമ്പാക്ട് സീൻസിന് വരുമെന്നാണ്. ഇമോഷണലി കണക്ട് ആവുന്നത് രസമുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് അത്ര പിടിച്ചെടുത്തത്തില്ല. ഈ പറഞ്ഞ പോലെ രസമാണ്. ആസ് എ ഒരു ഹോളിവുഡ് ലെവലെന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ കൊമേഴ്ഷ്യൽ പടം മാത്രം നോക്കരുത്. പറഞ്ഞ ഹോളിവുഡ് ലെവൽ മേക്കിംഗ് പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ 100% അവർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് അടിപൊളിയാണ്. ഇല്ല. ആസ് എ നോർമൽ ലോജിക്കൽ ഫൈറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ രസമുണ്ട്. നല്ല ക്വാളിറ്റിയാണ്, മേക്കിംഗ് ക്വാളിറ്റിയാണ് എൻ്റെ മെയിൻ. എന്താ ഫീൽ ചെയ്തത്? കുഴപ്പമില്ലാത്ത രീതിക്കാണ്. ഈ പറഞ്ഞ കണക്ക് മേക്കിംഗ് എല്ലാം കൊള്ളായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കണക്കൊരു ഗ്രിപ്പ് കിട്ടാത്തൊരു സ്റ്റോറി ലൈനായിരുന്നു. ഒരുമാതിരി ലൈക്ക് ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയി നിർത്തിയെടുത്തുനിന്ന് സെക്കൻഡ് ഹാഫ് ഒരുമാതിരി വല്ലാത്ത രീതിക്ക്. പിന്നെ വേറെ ഭാഷ പറയുമ്പോൾ മിനിമം സബ് ടൈറ്റിലെങ്കിലും മനസ്സിലാവുന്ന രീതിക്ക് വെക്കായിരുന്നു. തമിഴ് വെക്കുമ്പോൾ ഒരുമാതിരി ഇംഗ്ലീഷിലെങ്കിലും വെച്ചിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എല്ലാവരും കാണുന്നില്ല. ഇപ്പോൾ തമിഴ് വെക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ സാധാരണ പണ്ടൊക്കെയാണെങ്കിൽ തമിഴ് സിനിമയ്ക്കകത്ത് തമിഴിലെങ്കിലും അതിനെ റീഡപ്പ് ചെയ്തൊരു ഇടുമായിരുന്നു. ഇപ്പോൾ അതും ഇല്ല, ഇംഗ്ലീഷും ഇല്ല എന്ന് പറയുമ്പോൾ ഒരുമാതിരി വല്ലാത്തൊരു റിയലിസ്റ്റിക് രീതിയിലാണ് ഫിലിം എടുത്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും റിയലിസ്റ്റിക് എന്ന് പറയാൻ പറ്റത്തില്ല ഇതിന്. പക്ഷേ ലൈക്ക് കുഴപ്പമില്ല, കണ്ടിരിക്കാൻ അത്രേ ഉള്ളൂ. മേക്കിംഗ് വൈസ് അടിപൊളിയായിരുന്നു. പക്ഷേ സ്റ്റോറി കുറച്ചുകൂടി ഫൈറ്റ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. ഫൈറ്റ് കുഴപ്പമില്ല, കണ്ടിരിക്കാൻ എൻ്റർടൈനിങ് ആണ്. പക്ഷേ ഈ പറഞ്ഞ നമുക്ക് കുറച്ചുകൂടി ലൈക്ക് സ്ക്രിപ്റ്റ് വൈസ് കുറച്ചുകൂടി ബെറ്റർ ആക്കായിരുന്നു. കുഴപ്പമില്ല, നല്ല പടം. ആക്ഷനൊക്കെ ഉണ്ട്. ക്ലൈമാക്സ് കൊള്ളാം. ട്വിസ്റ്റൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടു കൊള്ളാം. ആവറേജ് ക്ലൈമാക്സ് ഒക്കെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. നമ്മൾ സബ് ടൈറ്റിലൊക്കെ തമിഴിൽ എഴുതി കാണിക്കുന്നത്. അത് ഇംഗ്ലീഷും കൂടെ ഉണ്ടാകാൻ കൊള്ളായിരുന്നു. അതെ, മൊത്തം തമിഴ് സബ്ടൈറ്റിലായി. പടം കൊള്ളാം, ആക്ഷനൊക്കെ കൊള്ളാം. ആവറേജ് ആയിപ്പോയി. ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫ് വേറെ എന്തൊക്കെ പ്രതീക്ഷിച്ച്. ട്വിസ്റ്റൊക്കെ കുറച്ച് അതൊക്കെ തോന്നി. പക്ഷെ ഒന്നും വലിയതായിട്ട് ഒരു ഇനിയും കുറച്ചുകൂടെ നൈസായിട്ട് എടുക്കായിരുന്നു. പ്ലോട്ടൊക്കെ അടിപൊളിയായിരുന്നു. അത് ഒന്നുകൂടെ നൈസായിട്ട് കൊമേഴ്ഷ്യൽ എലമെന്റൊക്കെ മിക്സ് ചെയ്തിട്ട് നൈസായിട്ട് എടുക്കായിരുന്നു. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ ഡൗൺ ആയിപ്പോയി. ക്ലൈമാക്സ് നല്ല രീതിയിൽ ഫ്ലാറ്റ് ആയിപ്പോയി. നോർമൽ നമ്മൾ കണ്ടു പറഞ്ഞ ക്ലൈമാക്സുകളൊക്കെ ആയിപ്പോയി. കുഴപ്പമില്ല. അത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. അതായത് തമിഴ് സബ് ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. മലയാളം ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ലാംഗ്വേജ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറച്ചധികം പോർഷൻ ഉണ്ട്. പിന്നെ ക്ലൈമാക്സ് പോർഷൻസ് ഒക്കെ അല്ല, ഇത് സ്ഥിരം തമിഴ് പടം പോലല്ല. അവർ ഹോളിവുഡ് പടം, ഒരു ഹോളിവുഡ് പടത്തിൻ്റെ റീമേക്ക് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലൈനിലാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു സുഖമില്ല. വിഷ്വലി നല്ല രസമുണ്ട്. പക്ഷേ ഒരു മേക്കിങ് വിഷ്വലി മീൻസ് വെൽ ഷോട്ടാണ്. പക്ഷേ ഇത് അത്ര ഇല്ല. തിയേറ്റർ കാണുന്ന ടൈപ്പ് പടം പോലത്തെ ഒരു ഹൈ ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഒരു പടം. ഇല്ല. അങ്ങനെ അജിത്ത് എന്ന് പറയുന്നൊരു സ്റ്റാറൊന്നും ഇല്ല ഇതിനകത്ത്. അങ്ങനെ തന്നെ പുള്ളിക്കാണ്ട് ഇൻട്രോയോ പരിപാടിയോ ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല. ചുമ്മാ വേണമെന്ന് കാണാം, അത്രേ ഉള്ളൂ. പരിപാടി കുഴപ്പമില്ല ബ്രോ, കുഴപ്പമില്ല. ഒരു ആവറേജ് ഓടോട്ടാണ് തോന്നിയത്. ഈ പറഞ്ഞ ലാംഗ്വേജിൻ്റെ പ്രശ്നം സെക്കൻഡ് ഹാഫിലും ശരിക്കും ഉണ്ട്. സെക്കൻഡ് ഹാഫിലെ മേജർ പാർട്ടുകളിലും അത് അഫക്റ്റ് ആയിട്ടുണ്ട്. തമിഴ് തന്നെയാണ് അത് എഴുതി കാണിക്കുന്നത്. മലയാളത്തിൽ എഴുതി കാണിച്ചില്ല. അല്ല, പക്ഷേ മലയാളത്തിൽ ഇംഗ്ലീഷിൽ കാണിച്ചില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വലിയ എന്തെങ്കിലും ഇല്ല, പ്രത്യേകിച്ച് മങ്കാത്തൊന്നും അല്ല പ്രതീക്ഷ വരുന്നത്. എന്നാലും എന്തെങ്കിലും പ്രതീക്ഷിക്കും. ഡീസന്റ് സാധനം പ്രതീക്ഷിക്കില്ല. അത് കിട്ടി, ഡീസന്റ് സാധനം അത്രേ ഉള്ളു. അതിൽ കൂടുതലൊന്നും ഇല്ല. നമ്മള് ഭയങ്കര അജിത്തിന്റെ പരിപാടിയൊന്നും ഇല്ല. സെക്കൻഡ് ഹാഫിലും ഇല്ല. അജിത്ത് ഭയങ്കര അജിത്തിന്റെ പെർഫോമൻസ് ഒന്നും കുറ്റം പറയുന്നില്ല. ഭയങ്കര രസമുണ്ട്. അജിത്ത് ആ ക്യാരക്ടറിനെ പിടിച്ച് പോയിട്ടുണ്ട്. പക്ഷെ സ്റ്റാർട്ടപ്പ് എപ്പോഴും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരന് കൊടുത്ത ക്യാരക്ടറിന്റെ രസമുണ്ട്. പക്ഷെ എവിടെയോ കണക്ഷൻ കിട്ടാത്തവരെ എനിക്ക് തോന്നി. എവിടെയോ എന്തോ എനിക്ക് അത്ര തോന്നിയില്ല. അല്ല, അങ്ങനല്ല. ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടല്ലോ. തൃശ്ശ എഴുതി വെച്ചേക്കണമെന്നല്ല, ഇമോഷണൽ കണക്ട് വേണമല്ലോ. ഉണ്ട്. തൃശ്ശക്ക് റോളുണ്ട്. എന്തൊരു സാധനം കിട്ടിയില്ല. അത്
ആക്ഷനൊക്കെ നല്ല രസമുണ്ട്, നല്ല രീതിക്ക് അർജുൻ രസമുണ്ട്, ഈ പറയുന്ന അജിത്തും നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പഞ്ച് കിട്ടിയില്ല. അതാ ഒരു തിയേറ്റർ വാച്ച് തിയേറ്റർ വാച്ചിനുള്ളതുണ്ട്. തിയേറ്റർ വാച്ചിനുള്ളത് BGM ഒക്കെ BGM കുഴപ്പമില്ല. അതിൻ്റെ ഇത് ഞാൻ പറയാം, ഇതിനെ കാണാൻ കിട്ടൂല പടത്തിൽ.